രാജ്ഭവനിലെ ഭാരതാംബയുടെ ചിത്രം മാറ്റില്ലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. രാജ്യത്തിന്റെ അടയാളമാണ് അത്, ചിത്രം മാറ്റാൻ പറ്റില്ലെന്ന് അറിയിച്ചത് കൊണ്ടാണ് മന്ത്രി എത്താതിരുന്നത്. എന്ത് ചിന്താഗതിയാണ് ഇതെന്നും ഗവർണർ ചോദിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ആന്റണി, നടപടി കടുപ്പിക്കുകയാണ് ഇപ്പോൾ ഗവർണർ. രാജ്യത്തിന്റെ അടയാളമാണ് ഈ ചിത്രം എന്നാണ് പറയുന്നത്. അത് മാറ്റാൻ പറ്റില്ല എന്ന് അറിയിച്ചിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? തീർച്ചയായും ഇന്ന് വലിയ ഒരു വിവാദമുണ്ടായ ഒരു കാര്യമാണ്. പ്രധാനമായും ഇന്ന് പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ കൃഷി വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടി രാജ്ഭവനിലാണ് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പരിപാടി അവിടെ നിന്ന് മാറ്റുകയാണ് ഉണ്ടായത്. അതായത് നമ്മൾ ആ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഭാരതാംബയുടെ ചിത്രം ഈ രാജ്ഭവനിൽ വേദിയിൽ വെച്ചിട്ടുണ്ട്. ഇത് വേദിയിൽ വെച്ചുകൊണ്ട് പരിപാടി നടത്താൻ കഴിയില്ല, അതിൽ തനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല. ആ ചിത്രം അവിടെ നിന്ന് മാറ്റണമെന്നൊരു ആവശ്യം മന്ത്രി പി പ്രസാദ് ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിന് രാജ്ഭവൻ തയ്യാറായില്ല. ഏതായാലും മന്ത്രി അടക്കം അതിരൂക്ഷമായ വിമർശനമാണ് ഇക്കാര്യത്തിൽ ഉന്നയിച്ചിരുന്നത്. കാരണം RSS ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ ചിത്രമാണ് ഈ രാജ്ഭവനിൽ ഉള്ളത്. അത്തരത്തിൽ ഈ ഭരണഘടനാ സ്ഥാപനമായ രാജ്ഭവനിൽ ഈ RSS ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രി പി പ്രസാദ് ആ പരിപാടി ബഹിഷ്കരിച്ചത്. പരിപാടി പിന്നീട് സെക്രട്ടേറിയറ്റിൽ വെച്ച് നടത്തുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ അതിന് കൃത്യമായി മറുപടി നൽകിയിരിക്കുകയാണ് ഗവർണർ വിശ്വനാഥ് അർലേക്കർ. ഗവർണർ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു തരത്തിലും ഈ ചിത്രം മാറ്റുന്ന കാര്യമില്ല. ചിത്രം ആ രാജ്ഭവനിൽ എവിടെയുണ്ടോ അവിടെ അതുപോലെ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് ഗവർണർ വ്യക്തമാക്കുന്നത്. ഭാരതാംബ ഭാരതത്തിന്റെ അടയാളമാണ്, ആ ചിത്രം ഭാരതത്തിന്റെ അടയാളമാണ്, അത് മാറ്റാനാവില്ല. മാത്രമല്ല ഈ പരിപാടിയുടെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ ഈ മന്ത്രിമാർ എന്തുകൊണ്ട് ഇതിൽ പങ്കെടുത്തില്ല എന്നുള്ള ചോദ്യവും കൂടി ഗവർണർ ചോദിക്കുന്നു. അത് തീർച്ചയായും ഒരു എന്ത് ചിന്താഗതിയാണ് എന്നുള്ള കാര്യമാണ് ഗവർണർ ചോദിക്കുന്നത്. ഏതായാലും അതിരൂക്ഷ വിമർശനം ഗവർണർ ഉന്നയിക്കുന്നതിനോടൊപ്പം തന്നെ നിലപാട് അല്ലെങ്കിൽ ഈ ചിത്രത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. ഇപ്പോൾ നമ്മൾ ആ കാണുന്ന ചിത്രം അവിടെ തന്നെ രാജ്ഭവനിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഇപ്പോൾ ഗവർണർ വ്യക്തമാക്കുകയാണ്. ഏതായാലും ആ പരിപാടിയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. രാജ്ഭവൻ തന്നെയാണ് ആ ചിത്രങ്ങൾ പുറത്തു വിട്ടിരിക്കുന്നത്. ഈ പരിപാടിയിൽ നമുക്ക് കാണാൻ കഴിയും ഭാരതാംബയുടെ ആ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിച്ച ശേഷമാണ് ഗവർണർ വൃക്ഷത്തൈ നടുന്നതിനായി പോയത്. അത്തരത്തിൽ ഇന്നും ആ രാജ്ഭവനിൽ ഭാരതാംബയുടെ വിവാദമായ ചിത്രമുണ്ട്. നേരത്തെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരിപാടിയിൽ ഇത്തരത്തിൽ ഈ ചിത്രം വെച്ചിരുന്നു. അന്ന് RSSന്റെ നേതാവിനെ കൊണ്ടുവന്ന് പ്രഭാഷണം നടത്തിയതിനെതിരെ സർക്കാർ അടക്കം രംഗത്ത് വരികയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി അടക്കം വിമർശനം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും ഈ ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള വിവാദവും ഉണ്ടായിട്ടുള്ളത്. ശരി, ആന്റണി ജിസ് ജോർജ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.